Postmodernism, Beginning Theory by Peter Barry Oriented, recording number 6. ലാൻഡ്മാർക്സ് ഇൻ പോസ്റ്റ് മോഡേണിസം പറഞ്ഞു. അപ്പോൾ അവിടെ ഹെബമാസ്, ലാറ്റാർഡ്, ബോദ്രില്ലാദ് ഈ 3 മേജർ അതിലുള്ള കീ ഫിഗേഴ്സിനെയാണ് പറഞ്ഞത്. ഇതുവരെയുള്ള ലാസ്റ്റ് ഫൈനൽ വീഡിയോയിലും ഇതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോദ്രില്ലാദിൻ്റെ കോൺസെപ്റ്റ് വരെ നമ്മൾ എത്തി നിൽക്കുന്നു. അതിൽ തന്നെ ഇപ്പം ഓരോ ടൈം പീരീഡ് കഴിയുന്നതിന് വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഹെയ്ബർമാസിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ലയോട്ടാർഡ്. ഇപ്പോൾ ഹെയ്ബർമാസ് ഇവരെ പോസ്റ്റ് മോഡേണിസത്തിൽ അല്ലെ ലാൻഡ്മാർക്സ് ഇൻ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോഴും ഹെയ്ബർമാസിൻ്റെ വ്യൂവിനെക്കാട്ടിലും ഒരുപാട് മുന്നോട്ടാണ് ശരിക്കും ലയോട്ടാർഡ്. അപ്പം ഹെയ്ബർമാസ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടല്ല നിന്നത്, എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മോഡേണിറ്റി ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് ആയിട്ടൊക്കെയാണ് പറഞ്ഞത്. ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് പോസ്റ്റ് സ്ട്രക്ചറൽസ് നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ശരിക്കും ഈ ബോദ്രില്ലാദ് വരുന്നത്. ബോദ്രില്ലാദിൻ്റെ സൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എങ്ങനെ ഡിഫറെൻറ്റ് വ്യൂവിലേക്ക് കൊണ്ടുവന്നു എന്നാണ് നമ്മൾ കണ്ടത്. ദാറ്റ് മീൻസ് അതുവരെയും സൈൻ എന്തിനെയൊക്കെയോ റെപ്രസെൻ്റ് ചെയ്തതിൽ പ്രതിനിധാനം ചെയ്തു, സ്ട്രക്ചറലിസ്റ്റ് വേയിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് ആ സൈനിൻ്റെ റിയാലിറ്റി അല്ലെ അതിൻ്റെ ഒരു ആ ട്രൂത്ത്ഫുൾനെസ് മാറി കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 4 ഓർഡേഴ്സ്, 4 ഓർഡേഴ്സ് വി ഹാവ് ഓൾറെഡി സീൻ. ഈ സിമുലേഷൻ, സിമുലാക്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇപ്പം ബോദ്രില്ലാദാണ്. നമുക്കറിയാം 1981 നമ്മൾ സിമുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് തന്നെ ബോദ്രില്ലാദിൻ്റെ ബുക്ക് വരുന്നത് 1981. So here marks his entry into this field, and Baudrillard is associated with what is usually known as the laws of the real. അവിടെ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോസ് ഓഫ് ദ റിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ആ സൈൻ ഈ 4 ഘട്ടങ്ങളിലൂടെ അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് കുറഞ്ഞ് വരിക, ഫെയ്ത്ത്ഫുൾനെസ് കുറഞ്ഞ് വരിക എന്നുള്ളിടത്തേക്കാണ്. ദ ഫസ്റ്റ് വൺ വാസ് ദി സാക്രമെൻ്റൽ ഓർഡർ. നമ്മൾ വിത്തൗട്ട് ഹാവിങ് എനി കളറിങ് ഒരു ട്രൂത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതൊരു സൈനാണ്, പക്ഷെ അതിന് കൂടുതൽ അതിന് റിയാലിറ്റിയുമായിട്ടാണ് ബന്ധം. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാട്രിമോണിയൽ ഫോട്ടോസൊക്കെ പെട്ട് നമ്മൾ പറഞ്ഞതാണ്. സോ ഇറ്റ് ലൈക്ക് കുറച്ച് അതായത് സെയിം പേഴ്സൺ ആയിരിക്കും ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് കളറിങ് ആൻഡ് മേക്കിംഗ് അപ്പ് ഓർ സംതിങ്. അപ്പോൾ അത് കഴിഞ്ഞ് തേർഡ് ഓർഡറാണ് ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഹൈഡ്സ് സംതിങ്. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെപ്രസെൻ്റ് ഈസ് ദി അൺഫെയ്ത്ത്ഫുൾ കോപ്പി ഓഫ് ദറ്റ്. അപ്പോൾ അത് ഒരു ഡിസ്നി ലാൻഡ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിസ്നി ലാൻഡാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈഡിങ് സം റിയാലിറ്റി അണ്ടർനീത്ത്. അപ്പം അങ്ങനെയല്ല ശരിക്കുള്ളത്, പക്ഷേ അതിൻ്റെ ആ ഒരു ഗാരിഷിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമുക്ക് തോന്നുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ് എന്നുള്ള. അപ്പോൾ അത് ലേറ്റർ വിൽ കം ടു ദാറ്റ് അഗെയിൻ. ഈ ഒരു പാർട്ട് കുറച്ചും കൂടി ഒരു ഡെപ്തിലേക്ക് അനലൈസ് ചെയ്യുവാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ സി വിച്ച് ഇസ് ദ വ്യൂ ദാറ്റ്സ് ഇസ് ലോസ് ഓഫ് ദ റിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വ്യൂ ദാറ്റ് ദ കണ്ടംപററി ലൈഫ്, ദ പെർവേസീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഇമേജസ് ഫ്രം TV, film and advertising has led to a loss of the distinction between real and imagined. നമ്മൾ 4ാമത്തെ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. ഈ തേർഡ് വൺ ഇസ് ദ ഓർഡർ ഓഫ് ഫസ്റ്റ് വൺ ഓർഡർ ഓഫ് സാക്രമെൻ്റൽ ഓർഡർ എന്ന് പറഞ്ഞു, സെക്കൻഡ് വൺ ഇസ് ഓർഡർ ഓഫ് മാൽഫിസൻസ് ആൻഡ് തേർഡ് ഇസ് ഓർഡർ ഓഫ് സോസറി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ ഓർഡർ ഓഫ് ദി സിമുലേഷൻ. ഈ സിമുലേഷൻ എന്ന് പറയുന്നതിൽ എത്തി നിൽക്കുമ്പം വി ആർ നോട്ട് ഈവൻ ബോത്തേഡ് വെദർ ദിസ് ഇസ് ട്രൂ ഓർ നോട്ട്. ഇവിടെയാണ് ഒത്തൻറ്റിക് ഫേക്ക് എന്നുള്ള രീതിയിൽ സിമുലാക്ര ഹൈപ്പർ റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഇവിടെ പറയുന്നത് ഈവൻ TV ഫിലിമിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന പല വിഷ്വൽ ഇമേജസും അത് പിന്നെ ട്രൂത്ത് അല്ല എന്ന് വിശ്വസിക്കാൻ പോലും അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ബിക്കോസ് സംടൈംസ് ഈവൻ നമുക്ക് അത്രയും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ആഡ്സ് കണ്ടിട്ട് തന്നെയാണ് വി ഓൾ ആർ ദ വിക്ടിംസ് ഓഫ് ദ സെയിം. നമ്മളതിൽ ഫാസിനേറ്റഡ് ആവാത്ത ആൾക്കാർ എത്ര എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാലും എത്ര ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി വൺ ഫോൾസ് പ്രേ ടു ദിസ്. അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി നിന്ന് പോകുന്നത്. അപ്പം അങ്ങനെ തന്നെ അത് നമുക്ക് എന്താണ് ലെറ്റ് ടു ലോസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയൽ ആൻഡ് ഇമാജിൻഡ്. അത് രണ്ട് ഏതാണ് റിയൽ ഏതാ ഇമാജിൻഡ് എന്നുള്ള അതിന് തിരിച്ചറിയാനുള്ള റിയാലിറ്റി ആൻഡ് ഇല്യൂഷൻ, സർഫസ് ആൻഡ് ഡെപ്ത്, ഇങ്ങനെ ഒന്നിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത, ഡിസ്റ്റിങ്ഷൻ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഹ്യൂമൻ തോട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഇത് പോവുകയാണ്. ഇപ്പം ദ റിസൾട്ട് ഈസ് എ കൾച്ചർ ഓഫ് ഹൈപ്പർ റിയാലിറ്റി ഇൻ വിച്ച് ഡിസ്റ്റിങ്ഷൻസ് between these are eroded.
അവിടെയാണ് ഫോർത്ത് ഓർഡറിൽ നമ്മൾ വളരെ കംഫർട്ടബിളി വി ആർ നോട്ട് ഈവൻ ബോതേർഡ് വെദർ ദിസ് ഇസ് സംതിങ് ഫേക്ക് ഓർ ദ ഒറിജിനൽ, ബിക്കോസ് അത് പോസ്റ്റ് മോഡേൺ ആക്സെപ്റ്റൻസിലേക്ക് വരികയാണ്. ബിക്കോസ് വി നോ ദാറ്റ് ഓൺലി ദിസ് ഇസ് പോസിബിൾ. വി കനോട്ട് ഓൾവേസ് ക്ലിങ് ടു വാട്ടേഴ്സ്. നമ്മൾ മറ്റത് ഐഡിയലാണ്, എപ്പോഴും എപ്പോഴെല്ലാം ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളതായിരിക്കണം, ട്രൂ കോപ്പി ആയിരിക്കണം. അത് ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് തന്നെയാണ് ഈ ഹൈപ്പർ റിയാലിറ്റി എന്നുള്ളത് പറയുന്നത്. സോ ഇൻ വിച്ച് ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദീസ് ആർ ഇറോഡഡ്. അതിന് ഡിസ്റ്റിങ്ഷൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസിലേക്ക് പോകുന്നു. ഹിസ് പ്രൊപ്പോസിഷൻസ് ആർ വർക്ക്ഡ് ഔട്ട് ഇൻ ഹിസ് എസ്സേ സിമുലാക്ര ആൻഡ് സിമുലേഷൻസ് റിപ്രിന്റഡ് ഇൻ അബ്രിജ്ഡ് ഫോം ഇൻ ബ്രൂക്കർ. 1992 ഇതിൻ്റെ റീപ്രിൻറ്റിങ് വരുന്നുണ്ട്, സിമുലാക്ര ആൻഡ് സിമുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ഫോമിൽ തന്നെ. അതിൽ പറയുന്നത്, ഹി ബിഗിൻസ് ബൈ ഇവോക്കിംഗ് എ പാസ്റ്റ് എറ ഓഫ് ഫുൾനെസ് വെൻ സൈൻ വാസ് എ സർഫസ് ഇൻഡിക്കേഷൻ ഓഫ് എൻ അണ്ടർലൈങ് ഡെപ്ത് ഓർ റിയാലിറ്റി. അതാദ്യം അങ്ങനെയായിരുന്നു, നമുക്ക് തന്നെ അറിയാം അല്ലേ. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വേറൊരു കളറിങ്ങും ഇല്ലാത്ത ഒരു ഫോട്ടോ ആണെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ ട്രൂ കോപ്പി. പക്ഷെ ആ സൈനാണ്, ആ പേഴ്സൺ ഫ്ലഷ് ആൻഡ് ബ്ലഡ് പേഴ്സൺ അല്ലെങ്കിലും ആ പേഴ്സണിനെ തന്നെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പോൾ അതാണ് അവിടെയാണ് ഒരു റെപ്രസെൻറ്റേഷൻ ടു ദ മാക്സിമം റിയാലിറ്റി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന റെപ്രസെൻറ്റേഷനായി ആ സൈൻ അങ്ങനെ ആവുന്നത്. പക്ഷെ അവിടെ എന്താണ്, പിന്നീട് അങ്ങനെയുള്ള ഒരു സൈനിൽ നിന്നാണ് ഇത്രയും 4 സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ഇന്ന് ഈ ഏറ്റവും, അതുകൊണ്ടാണ് ആ കണ്ടംപററി ആയിട്ടുള്ള വിഷ്വൽ മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, ഫിലിം, അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഈ ലോസ് ഓഫ് ദ റിയലിലേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും 4 സ്റ്റേജസും അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസോട് കൂടി പറഞ്ഞ് പിന്നീട് നമ്മൾ ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ വി ആർ ഗോയിങ് ബാക്ക് ടു പേജ് നമ്പർ 83 ആൻഡ് 84. അതിനുശേഷമാണ് ശരിക്കും 84 to 85 കാര്യമാണ്. അത് ആ എക്സാമ്പിൾ, വിത്തൗട്ട് ദ എക്സാമ്പിൾ നമുക്ക് ഈ കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾസും, അതായത് ഫോട്ടോ എങ്ങനെയാണ് ഏറ്റവും ഒത്തൻറ്റിക് ഫോട്ടോ, അല്ലെങ്കിൽ ഏറ്റവും കളറിങ് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ള കലർപ്പുകളൊന്നും ഇല്ലാത്ത ഫോട്ടോ, ഏറ്റവും ബേസിക് റിയാലിറ്റി സൈൻ. പിന്നീടുള്ള ഒരു യു ക്യാൻ പെർഫെക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളായിട്ട് സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞു. തേർഡ് സ്റ്റേജും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഐക്കൺ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ സംടൈംസ് അറ്റ്ലീസ്റ്റ് പീപ്പിൾ നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ദ പേഴ്സൺ ബട്ട് ടൈം ബീങ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. ആ രീതിയിലാണ്. അപ്പോൾ ആ ഡിസ്നി ലാൻഡൊക്കെ അങ്ങനെയാണ്, അതിലൊരു ഹിഡൻ നേച്ചർ ഉണ്ട് ആ തേർഡ് ഓർഡറിന്. ഏറ്റവും ടഫായിട്ടുള്ള റിയാലിറ്റി ഒരു സൈൻ അതാണെന്ന് പറയാനുള്ള റീസൺ അതാണ്. കാരണം അതിൻ്റെ ഇപ്പം ഒരു ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ റൊമാൻറ്റിക് പിക്ചറാണ്. ഇപ്പം സംടൈംസ് ഈവൻ നമുക്ക് വേറൊരു രാജ്യത്തിനെ പറ്റിയൊക്കെ ഓർമ്മിക്കുക, വി തിങ്ക് ദറ്റ് ഇറ്റ്സ് സംതിങ്. അവിടെ ഈ പറയുന്ന വേസ്റ്റ് ഡംപിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കണ്ണിൽ എപ്പോഴും മഞ്ഞും മലകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നാടാണ്. പക്ഷെ അവിടെയും ബാക്ക് യാർഡും വേസ്റ്റ് ഡംപിങ്ങും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ മുന്നിൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു പിക്ചറിൽ അല്ലെങ്കിൽ അറ്റ് ടൈംസ് ഒരു വളരെ നല്ല ഒരു സീനറി, സംടൈംസ് ഗൂഗിൾ ഇമേജസ്, ഇതിലൊന്നും നമുക്ക് ഇത് റിയാലിറ്റി കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഈ ഐഡിയലൈസിങ് റൊമാൻറ്റിക് പിക്ചറൈസേഷനൊക്കെ നമുക്ക് നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തുന്നത്, ആ റിയാലിറ്റിയുടെ ആക്സസിബിലിറ്റി കുറക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഓർഡർ ഓഫ് സിമുലേഷൻ എന്ന് പറയുന്നത്, സംതിങ് ലൈക്ക് എ സ്റ്റേജ് ഓഫ് ഹൈപ്പർ റിയാലിറ്റി. ആ സ്റ്റേജ് ഹൈപ്പർ റിയൽ ആണ്. അതിൽ പിന്നെ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റിയൽ. ആ ആക്സെപ്റ്റൻസിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സി എവറിത്തിങ് ഈസ് എ മോഡൽ ഓർ എൻ ഇമേജ്, ഓൾ ഈസ് സർഫസ് വിത്തൗട്ട് ഡെപ്ത്. അവിടെ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് നത്തിങ് ഈസ് ഇൻ ദ ഡെപ്ത്. അതാണ് ഇറ്റ്സ് ഹൈപ്പർ റിയൽ. ബോധുല്ലാദ് കോൾസ് ഇറ്റ് ഹൈപ്പർ റിയൽ. Okay, and the grand sweep of this kind of rhetoric has a strong appeal. One might see it as a kind of later-day Platonism. Its devotees enjoying the mystical insight that what is normally taken as a solid and real world is actually just a tissue of dream-like images. അപ്പോൾ പ്ലേറ്റോണിസത്തിലേക്ക് പോവുകയാണ്. പ്ലേറ്റോ നമുക്കറിയാം തിയറി ഓഫ് ഐഡിയാസ് ആണ്. എല്ലാം ഐഡിയാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൽ ആദ്യം ബിഗിൻ ചെയ്യുന്നത്. ബാക്കിയൊന്നുമല്ല, ഐഡിയ ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെ ആ പ്ലേറ്റോണിസം എന്ന് റെഫർ ചെയ്യാൻ ലേറ്റർ ഡേ പ്ലേറ്റോണിസം, ബിക്കോസ് ഇറ്റ്സ് സംതിങ് ന്യൂ ബട്ട് ഇറ്റ്സ് ലൈക്ക് ഡ്രീം ലൈക്ക് ഇമേജ്. എല്ലാം അങ്ങനെയാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളത് ടെക്സ്റ്റുവൽ എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ്ങിൽ എന്ന് കണ്ട് അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സിനെയാണ് പറഞ്ഞത്. നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കാണുന്ന നമ്മളൊരു സീനറി വരച്ച് കാണുന്ന അത്രയും സൈൻ റെപ്രസെൻറ്റേഷനൊന്നും അവിടെ ഒരു റിയാലിറ്റിക്ക് കിട്ടുന്നില്ല. വേറൊരു എക്സാമ്പിളായിട്ട് ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയിൽ ദ ക്യാരക്ടർ
ജിന്നി ഓർ ഗിന്നി, ബോത്ത് പ്രൊനൗൺസിയേഷൻ അത് രണ്ടും കേൾക്കാറുണ്ട്. ജിന്നി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നമുക്കറിയാം, അവിടെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് അറ്റ് ദ എൻഡ് ഓൺലി ദ അതർ ക്യാരക്ടർ ജയാർ ഓർ എനി അതർ ക്യാരക്ടേഴ്സ് ഇൻ ദി അറ്റ് ഹോം അവർ എന്താണ് റിയലൈസ് ചെയ്യുന്നത്, ഇതുവരെ അവർ വിചാരിച്ച ആളെ അല്ല, അല്ലെ അങ്ങനെ ഒരാളുണ്ടോ അവിടെ എന്ന് പോലും, അല്ലെ ഇസ് ഇറ്റ് ജസ്റ്റ് എ ഡിവൈസ്, ദേ ഡു നോട്ട് ഹാവ് ആക്സസ് ടു ദാറ്റ് റിയാലിറ്റി. ഇഫ് ദാറ്റ് റിയാലിറ്റി ഇഫ് ദാറ്റ് ഈസ് എ റിയാലിറ്റി വി ഡു നോട്ട് നോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ലോസ് ഓഫ് ദ റിയലിനെ നോക്കിക്കാണുന്നത്. ഇഫ് ദിസ് സെക്കൻഡ് ആസ്പെക്ട് ഓഫ് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ഇഫ് ദിസ് സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ദി പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ദിസ് ലോസ് ഓഫ് ദ റിയൽ ഈസ് ആക്സെപ്റ്റഡ് ആസ് എ ഫാക്ട്, then it is hard to see a ground for literary theory to occupy, since all method of literary interpretation, Marxist, feminist, structuralist and so on, depend upon the making of a distinction between surface and depth, between what is seen in the text and something underlying meaning. അപ്പോൾ ഇവിടെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു റവല്യൂഷണറി ചേഞ്ചിലേക്കാണ്. ഇത് തിയറി എന്ന് പറയുന്ന മേഖല പോലും ഗസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ തന്നെ ശ്രമിക്കുന്നത് നമുക്കറിയാം. നമ്മൾ തിയറി എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്ത് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ദിസ് ഇസ് സംതിങ് വി ഹാവ് ബീൻ അനലൈസിങ് എവറി ടെക്സ്റ്റ് ഓൺ ദി സർഫസ് ലെവൽ, ബട്ട് നൗ വി വിൽ മൂവ് ടു ദി ഡെപ്ത്, ഡീപ്പർ ലെവൽ അനാലിസിസ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? തിയറിയുടെ വേരിയസ് കോൺസെപ്റ്റ്സും പ്രിമൈസസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൈ ആർ യു സെർച്ചിങ് ഫോർ ദിസ് സർഫസ് ആൻഡ് ഡെപ്ത്, വൈ ആർ യു ട്രൈങ് ടു മേക്ക് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സർഫസ് ആൻഡ് ഡെപ്ത്? The questions are relevant. അപ്പോൾ അവിടെയാണ് എന്താണ് വാട്ട് ഈസ് സീൻ ഇൻ ദ ടെക്സ്റ്റ് ഓർ സംതിങ് അണ്ടർലൈങ് മീനിങ്. അതിനാണല്ലോ നമ്മൾ ക്രിറ്റിസിസത്തിലും തിയറിയിലും മുഴുവനും സെർച്ചും അതിനു വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ മുന്നിൽ നേരിട്ട് കാണാത്ത, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള മീനിങ് മാത്രം അറിയുമെങ്കിൽ പോലും മനസ്സിലാവാത്ത മീനിങ്സാണ് വി ആർ ഇൻ സെർച്ച് ഓഫ് ദാറ്റ് വൈൽ ഇന്റർപ്രറ്റിംഗ്, വൈൽ മേക്കിംഗ് ക്രിറ്റിസിസംസ്, വൈൽ അനലൈസിങ് എ ടെക്സ്റ്റ്, വി ആർ ഗോയിങ് ഫോർ ദിസ്. അപ്പോൾ അവിടെ ഇതൊക്കെയും ഒരു തരത്തിൽ മീനിങ്ലെസ് ആവില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ once we accept that what we see is all we get, then there is clearly very little which a literary critic or theorist can claim to be doing. അപ്പം നമ്മൾ കാണുന്നത് മാത്രമാണോ നമുക്ക് കിട്ടുക എന്നുള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. ഡെപ്തിലൊന്നും അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ലിറ്റററി തിയറിസ്റ്റ്, ഓർ ദേ ഹാവ് ക്ലെയിം ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഡീപ്പ് ആൻഡ് റിവീലിംഗ് ഇറ്റ് ഫോർ ദ ഹോൾ റീഡിംഗ് പബ്ലിക് ഓർ ദ ക്രിട്ടിക്കൽ literary world. ഇങ്ങനെയാണ് അവരുടെ ക്വസ്റ്റ്യൻസ് ഇതാണ്. സോ മോർ ജനറലി ഫോർ പോസ്റ്റ് മോഡേണിസം ദർ ആർ സർട്ടൻ എവർ പ്രസന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് provisos. In this extreme Baudrillardian form, the loss of the real may seem to legitimize a callous indifference to suffering. In a now notorious pronouncement, Baudrillard maintained that ദ ഗൾഫ് വാർ നെവർ ഹാപ്പൻഡ്. അതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ട്, നൊട്ടോറിയസ് ആണ് ആക്ച്വലി, നൊട്ടോറിയസ് പ്രൊനൗൺസ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഈവൻ ഫേമസ്. പറയുന്നത് എന്താ, ഗൾഫ് വാർ ഒന്നും ഹാപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് വാട്ട് റിയലി ടുക്ക് പ്ലേസ് വാസ് എ കൈൻഡ് ഓഫ് ടെലിവിഷ്വൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടത്, നമ്മൾക്ക് കിട്ടിയത് ഒരു സീരീസ് ഓഫ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ബ്രെയിൻ വർക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. അങ്ങനെ നമ്മൾ കണ്ടാൽ നമുക്ക് അന്നു മുതൽ ഇപ്പോൾ ടെലിവിഷ്വൽ ആക്സസിബിലിറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം ഇത്രയും മിക്സഡ് റെപ്രസെൻറ്റേഷൻസ് ആണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൊനൗൺസ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും നമുക്ക് ലോസ് ഓഫ് ദ റിയൽ അതുമായിട്ട് കണക്ട്. ഗൾഫ് വാർ ഹാപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഇറ്റ്സ് എ നൊട്ടോറിയസ് പ്രൊനൗൺസ്മെൻറ്റ്. സി അപ്പോൾ അവിടെയാണ് ലൈക്ക്വൈസ് ഇഫ് യു ആക്സെപ്റ്റ് ദ ലോസ് ഓഫ് ദി റിയൽ ആൻഡ് ദി കൊളാപ്സിംഗ് ഓഫ് റിയാലിറ്റി ആൻഡ് സിമുലേഷൻ ഇൻ ടു എ കൈൻഡ് ഓഫ് വെർച്വൽ റിയാലിറ്റി, ദെൻ വാട്ട് ഓഫ് ദി ഹോളോകോസ്റ്റ്? അങ്ങനെയാണെങ്കിൽ അതും ഇവരങ്ങനെ തന്നെ പറയുമോ എന്നാണ് ചോദിക്കുന്നത്. കുഡ് ദിസ് ടു ബി പാർട്ട് ഓഫ് ദി റിയാലിറ്റി ലോസ്റ്റ് ഇൻ ദ ഇമേജ് നെറ്റ്വർക്ക്സ്? ഇപ്പോൾ ഇമേജ് നെറ്റ്വർക്ക്സ് ആണ് നമുക്ക് ചുറ്റും കറങ്ങുന്നത്, ഇമേജ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ അവിടെ അതിലെല്ലാം ഈ പറയുന്നതിൻ്റെ പാർട്ടാണ്. ആ റിയാലിറ്റി ഒക്കെ അങ്ങനെയാണെന്ന് പറയുമോ? അപ്പോൾ ഹോളോകോസ്റ്റിനൊക്കെ എന്തുകൊണ്ടാണ് ഒരു വാറ് നടന്നിട്ടില്ല, ഹോളോകോസ്റ്റ് ഇല്ല, അതും നിങ്ങൾക്ക് മുന്നിലുള്ള വെർച്വൽ റിയാലിറ്റി മാത്രമാണ്, വിഷ്വൽ ഇമേജറി മാത്രമാണ് എന്ന് പറയുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? അതിൻ്റെ അത് സഫർ ചെയ്തവർ, അതിൻ്റെ വിക്ടിംസ് ഒക്കെ ഉണ്ടാവില്ല. സോ ദേ കനോട്ട് ഈവൺ ആക്സെപ്റ്റ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം ഇതിലുണ്ട്. ഇൻ അതർ വേർഡ്സ്, without a belief in some of the concepts which postmodernism undercuts, history, reality and truth, for instance, we may find ourselves in some pretty repulsive company. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള എല്ലാം സർഫസാണ്, ഡെപ്തില്ല എന്ന് പറയുന്നിടത്ത് എല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ എവറി ഏരിയ ഓഫ് സ്റ്റഡി, എവറി ക്ലെയിം ടു ഹാവ് ഫൗണ്ട് ഔട്ട് സംതിങ് എല്ലാം ഒരു തരത്തിൽ മീനിങ്ലെസ് ആവും. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്. അത് ഇവിടെ പിന്നെ സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്ന് പറഞ്ഞിട്ട് ആസ് യൂഷ്വൽ വി ക്യാൻ സി എ പാർട്ട് ഇൻ അബൌട്ട്
പീറ്റർ ബാരി ടെക്സ്റ്റ്. അതിൽ പോസ്റ്റ് മോഡേണിസത്തിനെ പറ്റി പറയുന്നത് ഒന്ന് ഇവിടെ ഇപ്പോൾ ബൗദ്ധുല്ലാദിൻ്റെ 4th സ്റ്റേജിൻ്റെയാണ്. ആ 3rd വണ്ണാണ് അതിലേറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് കൺസീലിങ് ആൻ ആബ്സെൻസ്, ഇറ്റ് കൺസീൽസ് ആൻ ആബ്സെൻസ്. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ പറയുന്ന ഡിസ്നി ലാൻഡിനെക്കാളും കുറച്ചും കൂടി നമ്മൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഐഡിയലൈസ്ഡ് ഇമേജസ് ഓഫ് മാസ്കുലിനിറ്റി ഓർ ഫെമിനിറ്റി പ്രസൻറ്റഡ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്സ്. അത് നമുക്ക് തന്നെ അറിയാം, ആരും ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ ചില ഫെയർനെസ് ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ചില ഹെൽത്ത് ഡ്രിങ്ക്സിൻ്റെയോ ഒക്കെ കാര്യത്തിലുള്ള അത് നമ്മൾ അതിലേക്ക് ഇങ്ങനെയാണ്. സോ ഇത് വി നോ, അതായത് ഒറിജിനലി നമുക്കറിയാം റെപ്രസെൻറ്റേഷൻ ഫോർ വിച്ച് നോ ഒറിജിനൽ എക്സിസ്റ്റ്. അങ്ങനെ ഒരു ഒറിജിനൽ അവിടെ ഇല്ല. നോ, ആക്ച്വൽ പീപ്പിൾ ആർ ക്വയറ്റ് ലൈക്ക് ദീസ്. ആരും അത്രയും നമുക്ക് അറിയാം ശരിക്കും ഇറ്റ്സ് ലൈക്ക് സ്റ്റാച്യൂസ് കടഞ്ഞെടുത്ത പോലെയാണ് ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് എവിടെയോ നമുക്കെന്താണ് ബട്ട് സ്റ്റിൽ ദോ പീപ്പിൾ മൈറ്റ് ട്രൈ ടു ബിക്കം ലൈക്ക് ദം. അവിടെയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം വരുന്നത്. In this way, the image trends to become the reality and the two tend to become indistinguishable. അങ്ങനെ കുറേ ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റഡ് ആകുമ്പോൾ ദാറ്റ് ബിക്കംസ് ദ റിയാലിറ്റി. അല്ലാതെ അതിന് പിന്നിൽ ഈ പറയുന്ന ലാക്ക് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിയാലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല. ലാക്കാണ്, റിയാലിറ്റി ഈസ് ലാക്കിങ്, ഹൈലി ലാക്കിങ്, ബട്ട് പീപ്പിൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ദേ ആർ ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, ആൻഡ് റിയൽ. പിന്നെ വേറൊന്ന് പറയുന്നത് ആ പാർട്ടിൻ്റെ ഫൈനലിൽ വേറെ ഒന്നുമില്ല. ഈ പറയുന്ന ഗൾഫ് വാറിലെ കമ്പ്യൂട്ടർ ഇമേജ് ഫിലിം, ഹൈടെക് സ്മാർട്ട് വെപ്പൺസ് അതിലെയൊക്കെ കാണിക്കുന്നതും സർജിക്കൽ സ്ട്രൈക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, എനിമി ഇൻസ്റ്റാളേഷൻസ്, എത്രമാത്രം കമ്പ്യൂട്ടർ ഇമേജസ് നമുക്കതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ ഹൗ വിൽ യു കണ്ടം ദിസ് ഹോളോകോസ്റ്റ്? ഹോളോകോസ്റ്റ് എന്ന് ഒരിക്കലും കംപ്ലീറ്റ്ലി അല്ലെങ്കിലും ഒരു വാറ് നടന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഓക്കെ നമ്മുടെ മുന്നിലെത്തുന്ന വിഷ്വൽ ഇമേജറി ഡിഫറെൻ്റ് ആയിരിക്കും, കുറേ ആഡഡ് ആയിരിക്കും, ആഡഡ് വിത്ത് കളർ ആൻഡ് ഓൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് പറയുന്നതിന് നമുക്ക് അത് അംഗീകരിക്കാനും പറ്റില്ല എന്നാണ്. അപ്പോൾ അവിടെ പോസ്റ്റ് മോഡേണിസം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയും ഈ പറയുന്ന കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കണം. എല്ലാവരും പറഞ്ഞിട്ടില്ല. ഇതിപ്പം നമുക്കറിയാം ഓരോരുത്തരും അവരവരുടെ ഐഡിയാസാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പം 3 പേര് പറയുമ്പോൾ 3 പേരുടെയും സ്റ്റാൻസിൽ തന്നെയും ഒരുപാട് കോൺസെപ്റ്റ്സ് ശരിക്കും സംടൈംസ് ഈവൻ വളരെ സിംപ്ലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം പോലും, അല്ലെങ്കിൽ ഇവർ ഒരേ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് മനസ്സിലാവണത്. കാരണം ഇത് പുതിയതാണ്, ഭയങ്കര കൂടുതൽ ഒരുപാട് കോൺട്രവേഴ്സിലും കൂടിയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബൗദ്ധുല്ലാദിൻ്റെ കാര്യങ്ങൾ, കാരണം അത് കുറേ റിയാലിറ്റീസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇൻഫേമസ് പ്രൊനൗൺസ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ഗൾഫ് വാർ ഡിഡ്ന്റ് ടേക്ക് പ്ലേസ്. ലോസ് ഓഫ് റിയൽ ഇറ്റ്സ് സംതിങ് ടു ബി അണ്ടർസ്റ്റുഡ് ബിക്കോസ് ദ തേർഡ് ഓർഡർ ആൻഡ് ഓൾ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു. നമ്മൾ തന്നെ അറിയണം, നമ്മൾ വി ആർ ഓൾവേസ് ബിഹൈൻഡ് ദിസ് വെർച്വൽ ഇമേജസ്. അപ്പോൾ അതിൽ ഒരു ഫേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണെന്ന് മാത്രം. കാരണം അതിൻ്റെ അപ്പുറം നമ്മളിത് കംപ്ലീറ്റ്ലി ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺമുന്നിൽ നടക്കുന്ന റിയാലിറ്റിയും ഡ്രീം ലൈക്കാണ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് തിയറി എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഇല്ലാണ്ടാക്കും. മറ്റ് പല റിയാലിറ്റി എന്നുള്ളത് എഗെയിൻ ദ ടേം ഈസ് അണ്ടർ ക്വസ്റ്റ്യൻ നൗ വിത്ത് ദിസ് postmodern condition or with Baudrillard's new concepts. We'll have to think. അതാണ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ പിന്നെ ആ പാർട്ടിൽ നമുക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ളതല്ല, അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് നിങ്ങൾക്കും കൂടി ഒന്ന് ചിന്തിക്കാനുള്ള ആ ടെക്സ്റ്റിൽ എപ്പോഴും അങ്ങനെ കാണാൻ പറ്റും. ഏത് തിയറി ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിത്ത് പോസ്റ്റ് മോഡേണിസം, വിത്ത് എവറി തിയറി you can see this way of stop and think as one of the titles. നമ്മൾ ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് ബാരി ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത്, പല ടൈറ്റിലിൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് വീഡിയോ വിൽ ടോക്ക് അബൌട്ട് വാട്ട് പോസ്റ്റ് മോഡേണിസ്റ്റ് ക്രിറ്റിക്സ് ഡു. അതാണ് വേറൊരു കാറ്റഗറി വരിക. സോ വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. താങ്ക് യു.